ഇനി എനിക്ക് തരാൻ സൗകര്യപ്പെട്ടില്ല ഈ വെടിച്ചിട മോളെ, കേട്ടല്ലോ. നിന്റെ അമ്മ അതിന്റെ അടുത്ത് നീ കാണിക്കുന്ന പരിപാടി നീ ഇങ്ങോട്ട് ഇറക്കണ്ട തൽക്കാലം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ പറയടി മോളെ? ലിമിറ്റ് ഉണ്ട് തൊട്ടു വീട്ടിലുള്ളവരെ പറയുന്നത്. ഒരു ലിമിറ്റും ഇല്ലടി വെടിച്ചിട മോളെ, ഒരു ലിമിറ്റും ഇല്ല. അത് കേൾക്കുന്ന എനിക്ക് എങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരുപാട് റിലേഷൻഷിപ്പ് കണ്ടിട്ടുണ്ട് അല്ലേ, എന്നാലും ഇതുപോലൊരു റിലേഷൻഷിപ്പ് കണ്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, നമ്മൾക്ക് കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിയാണ് അവനവിടെ ആ പെൺകുട്ടിയെ വിളിക്കുന്നത്. അപ്പോൾ അദ്വൈതിക പറഞ്ഞൊരു പെൺകുട്ടിയുടെ ഒരു ഇതാണ്, അവളെയാണ് ഇവൻ ഇങ്ങനെയൊക്കെ തെറി വിളിക്കുന്നത്. അപ്പോൾ ഇതെന്താ കാരണമെന്നറിയോ? ഇതിപ്പോൾ ഒരു ഇതാണ്, ആ ഇൻസ്റ്റാഗ്രാമിൽ അവൾ കൊടുത്തിട്ടുണ്ട്, അവളെ അടിച്ചിട്ടും ഇതായിട്ടുള്ള പാടുകളുമായിട്ടുള്ളൊരു പോസ്റ്റൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അവൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൽ 2.5 ലക്ഷത്തോളം ആളുകളാണ് ആ വീഡിയോ ആ ഫോട്ടോയും ഇതൊക്കെ കണ്ടത്. അപ്പോൾ ഇവളെ എന്ത് കാരണം കൊണ്ടാണ് അറിയും ഇങ്ങനെ തെറി വിളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വേറെ ഒന്നുമല്ല, ഇവൻ ഡെയിലി വിളിക്കും, ഡെയിലി ഫോൺ ചെയ്യും. അത് രാത്രിയിലാണ് വിളിക്കാറ്. ഒരു 8:30-9 മണിൻ്റെ ഉള്ളിൽ കോൾ ചെയ്യും. ആ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ അവനക്ക് അത് ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ മെസ്സേജ് അയച്ചു ഉടനെ അവൾ റിപ്ലൈ കൊടുക്കണം. റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിലും അവനക്ക് ദേഷ്യം വരും. പിന്നെ എന്താ പറയുക, കേട്ടാൽ അറയ്ക്കുന്ന അമ്മയൊക്കെ ചേർത്താണ് ഇവൻ പെൺകുട്ടിയെ തെറി വിളിക്കുന്നത്. അത്രയും നമുക്ക് തന്നെ കേട്ടിരിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും മോശമായിട്ടുള്ള തെറിവിളിയാണ് ഇവൻ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി വേറൊരു ഇതിൽ 6 മിനിറ്റിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പുറത്ത് വിട്ടിട്ടുണ്ട്, ഈ പെൺകുട്ടി ഇതെല്ലാം പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പുറത്ത് വിട്ട 6 മിനിറ്റിൻ്റെ കുറച്ച് വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ, ഒന്ന് കേട്ട് നോക്കൂ. അതിന്റെ അടുത്ത് നീ കാണിക്കുന്ന പരിപാടി നീ ഇങ്ങോട്ട് ഇറക്കണ്ട തൽക്കാലം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ പറയടി മോളെ? ആണോ അല്ലയോ? എന്റെ കയ്യില് തെറ്റുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് തീർക്ക്, മനസ്സിലായോ? ലാസ്റ്റ് തവണ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത് തെറ്റിച്ചു കഴിഞ്ഞാ? ലിമിറ്റ് ഉണ്ട് തൊട്ടു വീട്ടിലുള്ളവരെ പറയുന്നത്. ഒരു ലിമിറ്റും ഇല്ലടി വെടിച്ചിട മോളെ, ഒരു ലിമിറ്റും ഇല്ല. അത് കേൾക്കുന്ന എനിക്ക് എങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ കേൾക്കണം എനിക്ക് തോന്നണമെങ്കിലേ ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവണമായിരുന്നു ആദ്യം തൊട്ട്, മനസ്സിലായോ? ചോദിക്കണേന് ഇനി നീ ഉത്തരം തരാണ്ട് ഒരു സെക്കൻഡെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയ്ക്ക് കേൾക്കാൻ പോണത് ഈ തെറിയല്ലാട്ടാ. ഒരു പന്ന പോലെയാടി തേ പിടിച്ച് വെടിച്ചീട മോളെ, ആ പന്ന വീട്ടിലുള്ളവരെ പറയുന്ന നിന്നോട് ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാൻ നിനക്കൊരു വാണിംഗ് തന്നോ? അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല ഇത് കേട്ടിട്ട്. ആടി പിടിച്ചിട മോളെ, ആ പറക്കത്തിന്റെ മോള് തന്നെയല്ലേ നീ? 8 മണിക്കും 8:30ക്കും 9-നും 9:15 9:45 വിളിക്കണം എന്നല്ലേ? അതിലേതേലും സമയം ഇതായി കഴിഞ്ഞു കഴിഞ്ഞാ എന്താ എന്നെ ബ്ലോക്ക് ചെയ്തോ? എത്ര ദിവസത്തേക്ക് വിളി? എത്ര ദിവസം എന്നൊന്നുമില്ല, മൊത്തം. ശരി, അടുത്ത പിന്നെ മറ്റേ നിധുവിന്റെയും ഈ ലാസ്റ്റിലെ ആർബിക്കും മൊത്തം 6 പിക്ക് അത് ആർക്കീവിൽ തന്നെ ഉണ്ടാവും. പെർമിഷൻ ഇല്ലാണ്ടൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല, അത് അൺആർക്കീവ് ചെയ്യുന്നില്ല. ചെയ്ത എന്നെ ബ്ലോക്ക് ചെയ്തോ? ഈ കോളിൽ ഒരെണ്ണമെങ്കിലും മിസ് ചെയ്താൽ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോഴെന്നെ ബ്ലോക്ക് ചെയ്തോ? അതന്നെ, ഈ കോളിൽ എന്തെങ്കിലും വൈകുക അല്ലെങ്കിൽ ഞാൻ വിളിക്കാണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്തോ? മെല്ലെ പറഞ്ഞതല്ല ലൂട്ടു, എന്തിനിങ്ങനെ കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഉണ്ട് ഇത്. ഇല്ല, ഞാൻ പറഞ്ഞത് ഞാൻ 8 മണിക്കും 8:30ക്കും 9 മണിക്കും 9:15 9:45 ഈ പറഞ്ഞ 5 സമയം ഞാൻ വിളിക്കാം. എന്നിട്ട് ഇൻ കേസ് വിളിച്ചില്ല അല്ലെങ്കിൽ വൈകി കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്തു. കേട്ടോ? ഏതിലാ വെച്ച് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തോ? ഏതിലാ വെച്ച ചെയ്തു? ഇഷ്ടമുള്ള പോലെ ചെയ്തോ? അങ്ങനെ വിളിക്കാതിരുന്നു അതിന് ഞാൻ തെറ്റിക്കില്ലല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല, കാരണം ഞാൻ വിളിച്ചു എനിക്ക് വിശ്വാസമില്ല. 5 പൈസക്ക് വിശ്വാസമില്ല. കാര്യം വന്നാ എന്നെ ബ്ലോക്ക് ചെയ്തോ?
ഈ അടുത്ത് പറ. പിന്നെ നിധുവിന്റെ 3 പിക്കും ലാസ്റ്റിലെ മറ്റേ ഓണത്തിന്റെ പോലത്തെ സീരീസിലെ 3 പിക്കും ഞാൻ എന്താ പറയാ ആർക്കീവ് ഇട്ടിട്ടുണ്ട്. അത് പെർമിഷൻ ഇല്ലാണ്ടൊന്നും അൺആർക്കീവ് ഇല്ല. എങ്ങാനും ഞാൻ അണ്ണാർക്കി ഇത് കണ്ട ചെയ്യില്ല. കണ്ടു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തു. പക്ഷെ ഞാൻ കാണാണ്ട് പിക്ക് വല്ലതും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കാണാണ്ട് ലുട്ടു എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള തന്നെയല്ലേ. ഞാൻ അറിയാണ്ട് നീ പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കാണുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്തോ. ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്റെ പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ലൂട്ടു ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യട്ടോ. ശരി എന്നാ ലൂട്ടു ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകട്ടെ. ഇങ്ങനെ വല്ല ഡയലോഗ് ആണെങ്കിൽ തേവിടിച്ചിട്ട് മോളെ ഞാൻ പറയില്ല പറഞ്ഞ എന്നെ ഒന്നും നോക്കണ്ട. എവിടെ വെച്ചാ ബ്ലോക്ക് ചെയ്തു. ഇതില് വല്ല തെറ്റി കേട്ടാ അതു കേട്ടാ നീ ഒറ്റ പറയും തെറ്റിക്കില്ല ലുട്ടു, തെറ്റിക്കില്ല. എന്ത് ശരി നോക്ക്. ഇന്ന് ഞാൻ അങ്ങനെ കേട്ടാ വിളിച്ചത് ഓർത്തോ നീ? 9:45 ഇപ്പോ. എന്ത് എന്റെ വിളിക്കേണ്ട സമയാന്നു. ശരി കുഴപ്പമില്ല. ഇന്ന് ഞാൻ അങ്ങനെ കേട്ടാ വിളിച്ചത് ഓർത്തോ നീ? എന്തായാലും ഓർമ്മയുണ്ട്. ആളെ തൊട്ട് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ മൊത്തം എത്ര കാലം ഞാൻ പറയുന്നു അത്രയും കാലം നിന്റെ ഒരു കോളിംഗ് തെറ്റിയാതു ഇല്ല. തെറ്റിയാൽ എന്ത് ചെയ്യണം പറ. തെറ്റി തന്നെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ വർക്കിന്റെ ഇടയിലാണെങ്കിൽ എങ്ങനെയാലും വിളിച്ചോളാം. ബ്ലോക്ക് മാത്രമല്ല കേട്ടോ, നല്ല പച്ച തെറി അമ്മയ്ക്ക് വിളിക്കും കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞു ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. പോരെ. ഇത് ഞാൻ അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നീ കയ്യും കാര്യം പിടിച്ച് ഇപ്പൊ ഉണ്ടാക്കുന്ന നിയമമാണെങ്കിൽ അത് അല്ല എന്റെയില് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടല്ലേ. അല്ല എന്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാന്ന് ഞാൻ പറയുന്നു. അതാ പറഞ്ഞേ. ഇതിപ്പോ നീയേ ഇത് ഒന്ന് മിസ്റ്റേക്ക് ഇത് എങ്ങനെയും ഒന്ന് അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് പറയണമെങ്കിൽ ഇതൊന്നും നിനക്ക് ബാധകം അല്ലെങ്കിൽ അല്ല ഞാൻ വിളിക്കും. ഈ പറഞ്ഞ സമയമല്ല എന്റെ അച്ഛ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഈ പെൺകുട്ടി പ്രതികരിച്ചില്ല, എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഒന്നും മിണ്ടാതിരിക്കുന്നു എന്നില്ലേ. ഇപ്പോൾ ആ പെൺകുട്ടി പ്രതികരിച്ചാലുണ്ടല്ലോ ഇവൻ ആ ഓൺ ദ സ്പോട്ട് തന്നെ വന്ന് വീടാണെന്നൊന്നും നോക്കില്ല. വീട്ടിലാണെങ്കിൽ കയറി വന്ന് ഭയങ്കരമായിട്ട് അടിക്കും, ഉപദ്രവിക്കും എല്ലാം ചെയ്യും. അതുപോലെ തന്നെ പബ്ലിക് പ്ലേസിൽ വെച്ച് വരെ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഭയങ്കരമായിട്ട് എന്താ പറയുക, സൈക്കോ എന്ന് തന്നെ പറയാം. ആ തരത്തിലാണ് ഇവൻ പെരുമാറുന്നത് എന്നൊക്കെയാണ് ആ പെൺകുട്ടി പറയുന്നത്. എവിടെ ഏത് സ്ഥലം എന്താണെന്നൊന്നും നോക്കില്ല. ഉടനെ അവളെ ആരുണ്ട് ആരില്ല എന്നൊന്നും നോക്കില്ല. അവിടെ വെച്ച് തന്നെ ആ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. അത് പേടിച്ചിട്ടാണ് ഈ പെൺകുട്ടി ആ വീഡിയോ അവൻ ഇങ്ങനെയൊക്കെ അമ്മയെ ചേർത്ത് വിളിച്ചിട്ട് പോലും അവൾ കേട്ട് സഹിച്ചത് കേട്ട് നിൽക്കുന്നത് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആ പെൺകുട്ടി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി കുറച്ച് വോയിസ് പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഒന്ന് കേട്ട് നോക്കൂ കേട്ടോ. സ്റ്റോപ്പിൽ വെച്ചിട്ട് ഇവൻ എൻ്റെ മുഖത്ത് പഞ്ച് ചെയ്തിട്ട് എനിക്ക് ജോസിൽ കുറച്ച് ഇഷ്യൂസ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ബസ്സിൽ വെച്ചിട്ട് ഇവൻ ബാംഗ്ലൂരിലോട്ട് പോകുന്ന ബസ്സിൽ വെച്ചിട്ടാണ് എന്നെ ഈ ചാർജർ വയർ കഴുത്തിന് ചുറ്റിയിട്ട് മറ്റേ ആ സീൻ ഇതാക്കുന്നത്. അങ്ങനെ ഇവൻ പബ്ലിക് പ്ലേസിൽ വെച്ച് നല്ല രീതിക്ക് ഷൗട്ട് ചെയ്യുക, പിന്നെ ഉപദ്രവിക്കുക, കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ദേഹത്തെല്ലാം കുത്തിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം നമ്മളതിനെ റിയാക്ട് ചെയ്യുമ്പോൾ അതിലും കൂടുതലായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഇത് സൈലന്റ് ആവേണ്ട ആ ഒരു സ്റ്റേജ്. അപ്പോൾ ഓക്കെ, ഇതാണ് അവസ്ഥ. അപ്പോൾ എന്താ കിട്ടുന്നത് വെച്ച് ഉപദ്രവിക്കും, ദ്രോഹിക്കും ഒക്കെ ചെയ്യും എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ എന്താ ഭയങ്കരമായിട്ട് ഒരു ക്രിമിനൽ ബുദ്ധി പോലെയാണ് അവൻ പെരുമാറുന്നത്. അപ്പോൾ ഇവനക്ക് വേണ്ടതൊരു സ്നേഹിക്കുന്ന ഒരു മനസ്സിനെയല്ല ഇവനക്ക് വേണ്ടത്. അവനക്ക് തോന്നുമ്പോൾ ഉപദ്രവിക്കാനുള്ളൊരു ഉപകരണം എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയാണ് അവൻ അവിടെ ആ മോളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സഹിക്കുക വയ്യാതെയാണ് ആ മോള് സൈലൻ്റ് ആയിട്ട് നിന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ഇതുണ്ട്, അവരെന്തായാലും ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. ആ മോള് ഇവൻ്റെ കയ്യിൽ നിന്നും എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് രക്ഷപ്പെട്ടത് ഏറ്റവും നന്നായി. ഇവൻ മോളെ കല്യാണം കഴിച്ചതാണെങ്കിൽ ആ മോളുടെ ജീവിതകാലം മുഴുവൻ അത് അനുഭവിക്കേണ്ടി വരും. എന്തായാലും അവനിൽ നിന്നും ബ്രേക്കപ്പ് ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് ഈ വീഡിയോ ക്ലിപ്പെല്ലാം പുറത്ത് വിട്ടിരിക്കുന്നത്. എവിടെ വെച്ചാണെങ്കിലും ഉപദ്രവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ടായിരിക്കും ആ പെൺകുട്ടി ഒന്നും മിണ്ടാതെ എല്ലാം കേട്ട് സ്വന്തം അമ്മയെ വിളിക്കുന്നത് പോലും കേട്ടിട്ട് എല്ലാം കടിച്ചമർത്തി അവൾ നിന്നത്. എന്തായാലും
ഇങ്ങനെ ഇപ്പം നമ്മൾ പ്രണയിക്കുകയാണെങ്കിലും നമ്മൾ അവരുടെ എല്ലാം കേട്ട് നമ്മൾ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ശരിയല്ല എന്ന് തോന്നി നമുക്ക് ഏതാണെങ്കിലും ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾക്ക് ശരിയല്ല എന്ന് തോന്നി നമ്മൾക്ക് ആ ജീവിതത്തിൽ നിന്നും നമ്മൾ ഇറങ്ങിപ്പോവുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഇത്രയും പീഡനങ്ങളും ഇതൊന്നും അനുഭവിച്ച് നമ്മൾ എവിടെയും കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. പ്രണയമാണെങ്കിൽ ശരി, അല്ലാതെ കല്യാണം കഴിഞ്ഞ് ജീവിതമാണെങ്കിൽ ശരി, ഒന്നും നമ്മൾ സഹിച്ച് കടിച്ചു പിടിച്ച് ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് നമ്മളത് ചെയ്യുക. അതായിരിക്കും നല്ലത്. എന്തായാലും ഈ പെൺകുട്ടി ഇവനിൽ നിന്നും രക്ഷപ്പെട്ടു. അതിന് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം. ഇവരെ കല്യാണം കഴിച്ചതാണെങ്കിൽ അതോടുകൂടി ആ മോളുടെ ജീവിതം തീർന്നു. പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു സ്വസ്ഥത ഉണ്ടായില്ല. അടിയും പിടിയും ഉപദ്രവങ്ങളുമായിട്ട് ജീവിതം തള്ളി നീക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. എന്തായാലും എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ആലോചിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് മാത്രം നമ്മളത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓരോ പെൺകുട്ടികളും കെയർഫുള്ളായിട്ട് ഇരിക്കുക. പ്രണയമാണെങ്കിലും ശരി, അതുപോലെ ജീവിതമാണെങ്കിലും ശരി, ഒരു പങ്കാളിയെ കണ്ടെത്തുമ്പോൾ അത് നമുക്ക് നല്ലതായിരിക്കുമോ, അത് പിന്നീട് നമുക്ക് ഒരുപാട് കാലം ജീവിക്കേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് നല്ലതായിരിക്കുമോ എന്ന് നോക്കിയിട്ട് മാത്രം ഒരു ജീവിതം തിരഞ്ഞെടുക്കുക. എനിക്കിപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. എനിക്കും 2 പെൺമക്കളുള്ളതാണ്. അപ്പോൾ ആ ഒരു വേദനയാണ് ഈ മോളുടെ ആ സംസാരത്തിൽ നിന്നും ഇതെന്നൊക്കെ മനസ്സിലായത്. അത്രയും അവൻ ആ തെറി വിളിക്കുന്നതും അത് കേട്ടിട്ട് നിൽക്കേണ്ടി വരുന്ന ആ പെൺകുട്ടിയുടെ നിസ്സഹായതാവസ്ഥയുണ്ടല്ലോ, അത് ഭയങ്കര ഒരു വേദനിപ്പിക്കുന്ന ഒരു ഇത് തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ആ പെൺകുട്ടി അവനിൽ നിന്നും രക്ഷപ്പെട്ടു. അതിനൊരു ബിഗ് സല്യൂട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ ഓരോ പെൺകുട്ടികളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.